നമുക്ക് ബാലിന്റെയും ഗോപതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് മിത്രയും ആര്യനും കൂടെ പ്രാക്ടീസിന് വേണ്ടി ഗ്രൗണ്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ സംസാരിക്കണ സമയത്ത് മിത്രയുടെ ആര്യം പറഞ്ഞു, എനിക്കറിയാം നിന്റെ മനസ്സ്. എന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് കരുതിയിട്ടല്ലേ നീ ഷൂസ് വാങ്ങാൻ പോലും എന്നെ നിർബന്ധിക്കാതിരുന്നേ. അത് മാത്രമല്ല, വേറെ പ്രാക്ടീസിന് പോണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്കറിയാം മിത്രേ, നിന്റെ സ്നേഹം എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അത് പിന്നെ ആര്യ കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം. അപ്പോഴേക്കും മിത്രയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ആ സമയം ആര്യം പറഞ്ഞു, അതെ, മീനാക്ഷി അടുത്ത് ഷൂസ് മേടിച്ചു തന്നോണ്ടൊന്നും അല്ല. എനിക്കതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായി. ഒരു കാര്യം ചെയ്യാം, ഇനി നീയെ ഈ ഷൂസ് ഇടാൻ പറയണം. ആ സമയത്ത് മിത്രയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ടപ്പോൾ ആരും ചോദിച്ചു, അല്ല എന്താ മിത്ര, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് പിന്നെ കണ്ണൊരു പൊടി പോയോ എങ്കിൽ ഇപ്പൊ ഊതി തരാന്ന് പറഞ്ഞോണ്ട് ആര്യൻ എന്ത് ചെയ്തു, കണ്ണിലേക്ക് ഊതാൻ തുടങ്ങുമ്പോ മിത്ര പതുക്കെ ആര്യന്റെ കവളത്തിന് ഉമ്മ കൊടുക്കണം. ആര്യൻ ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. പിന്നീട് മിത്ര ഒന്നും അറിയത്തില്ലാത്ത മട്ടി പറഞ്ഞു, അയ്യോ സോറി ഇട്ട ആര്യ, അറിയാതെ എന്റെ ചുണ്ടൊന്ന് കൊണ്ടാന്ന് പറഞ്ഞു. ശരി ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പറയാല്ല ആര്യനും പറ്റുള്ളൂ. ആര്യന് മനസ്സിലായി അവള് തന്നെ മനഃപൂർവ്വം ഉമ്മ വെച്ചാന്ന്. പിന്നീട് ആര്യം പറഞ്ഞു, നമുക്ക് പ്രാക്ടീസ് തുടങ്ങിയാലോ എന്ന് പറഞ്ഞു. അതെ, ഞാൻ ഷൂസ് ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ട് ആര്യനാണ് മിത്രയുടെ കാലിലെ ഷൂസ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അവർ പ്രാക്ടീസൊക്കെ തുടങ്ങി. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ മിത്ര വീട്ടിലേക്ക് വന്നിട്ട് മിത്ര ഇങ്ങനെ അവിടെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മീനു അങ്ങോട്ട് വരുന്നത്. മീനു വന്നിട്ട് ചോദിച്ചു, എന്താ മിത്ര മോളെ, ഭയങ്കര ഒരു ആലോചനയിലാണല്ലോ. ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് എന്നോട് കള്ളത്തരം പറയണ്ട പോലീസുകാരി. സത്യം പറഞ്ഞാ മതി. അതെ, ഒരു കാര്യം എന്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യം? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സുകന്യയെ സിനിമ കാണാൻ കൊണ്ടാന്ന് മാമ സമ്മതിച്ച് നമ്മളെല്ലാരും കൂടെ പറഞ്ഞിട്ടല്ലേ? അതെ. എന്നിട്ട് സുകന്യേച്ചി താങ്ക്സ് പറഞ്ഞ ആർക്കാ? ശ്രീദേവിയേച്ചിക്ക് മാത്രമല്ലേ? ആ അതെ. അതാണോ അതിന്റെ ശരി? അപ്പോഴേക്ക് സുകന്യ അങ്ങോട്ട് വന്നു. സുകന്യ മറിഞ്ഞത് കേൾക്കണം. ആഹാ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. താൻ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആ സമയം മിത്ര പറഞ്ഞു, അത് ശരിയാണോ മീനാക്ഷി ചേച്ചി? നമ്മള് എല്ലാരും കൂടെ ചേർന്നിട്ടല്ലേ അങ്ങനെ മാമനെ കൊണ്ട് സമ്മതിപ്പിച്ചേ? ആ സമയം നമ്മളോട് താങ്ക്സ് പറയണ്ടല്ലേ? അയ്യോ, നീ ഇനിയിപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിച്ച് തല പുണ്ണാക്കണ്ട, എഴുന്നേറ്റ് പോകാൻ നോക്ക്. ദേ, നിനക്ക് നിന്റേതായ കാര്യങ്ങളൊക്കെ നോക്കാല്ലേ, പിന്നെ നീ വേറുള്ള ചിന്തകളുമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? അല്ല മീനാക്ഷി ചേച്ചി, മൂന്ന് മരുമക്കളല്ലേ നമ്മള്, മൂന്ന് മരുമക്കളെ ഒരേപോലെ തന്നെ കാണാൻ പഠിക്കണ്ടേ? അപ്പോഴാണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നേ. ഗോമതി ഇത് കേട്ടു. ഗോമതി ഓർത്ത് ഗോമതിയെ കുറിച്ച് പറഞ്ഞായിരിക്കുന്നു. ഗോമതി പെട്ടെന്ന് പറഞ്ഞു, ദിമിത്ര, എപ്പോഴാ ഞാൻ നിങ്ങളെ വേറിട്ട് കണ്ടിരിക്കുന്നേ? മീനു, ഞാൻ നിങ്ങളെ വേറിട്ടാണ് കണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങൾ മൂന്ന് മരുമക്കളും ഒരേപോലെയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അയ്യോ എന്റെ അമ്മയെക്കുറിച്ചല്ല പറഞ്ഞതെന്ന് പറയാണ്. മിത്ര മിത്ര പറഞ്ഞു, ഞാൻ അപ്പച്ചിയെക്കുറിച്ചല്ല പറഞ്ഞേ. വേണ്ട വേണ്ട, എന്നെക്കുറിച്ച് തന്നെ പറഞ്ഞേ, എനിക്കതും മനസ്സിലായി. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അത് പിന്നെ അമ്മേ, കാര്യം എന്താ വെച്ചാൽ ഞാൻ പറയാം. സുകന്യേച്ച് സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ലേ? അപ്പം മാമനോട് നമ്മളെല്ലാരും അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു, ഞങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാ മാമ സമ്മതിച്ചേ. അതിന് അപ്പൊ അതിന് സുകന്യേച്ചി നന്ദി പറഞ്ഞത് ശ്രീദേവിയേച്ചിക്ക് മാത്രമാന്ന്. അപ്പൊ അതാ മിത്ര പറഞ്ഞത്. അപ്പൊ ഞങ്ങളോട് നന്ദി പറഞ്ഞില്ലാന്ന്. അത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, ഇതാണോ വലിയ പ്രശ്നമായിട്ട് എടുത്തിരിക്കുന്നത്? ഇതിനകത്തേക്ക് ഇപ്പൊ എന്താ ഇത്ര ഇരിക്കണേന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ അപ്പച്ചീന്നൊക്കെ മിത്ര പറഞ്ഞു, അതെ, ഇത് നിസ്സാര കാര്യത്തിന് നീ ഇങ്ങനെ ഈഗോ അടിക്കേണ്ട കാര്യമുണ്ടോ? അതിപ്പം ശ്രീദേവിയുടെ പെട്ടെന്നൊരു നന്ദി അങ്ങോട്ട് പറഞ്ഞായിരിക്കും സുകന്യ, അതത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എന്നാലും അപ്പച്ചി, അതെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഊതി വീർപ്പിച്ച് വലുതാക്കി പെരുപ്പിച്ചുകൊണ്ട് പോട്ട കാര്യമില്ല. അതാണ് കുടുംബത്തിൽ പല പ്രശ്നങ്ങൾക്ക് കാരണം ഉണ്ടാകുന്നത്. ഇതൊക്കെ ഇവിടെ വിട്ടുകളയണം. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഊതി പെരുപ്പിച്ച് അതൊരു വലിയ വലിയ പ്രശ്നങ്ങളായി കുടുംബം തകരാനെന്ന് ഞാൻ എന്താളും സമ്മതിക്കില്ല. എന്റെ കുടുംബത്തിൽ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. നടക്കാനും പോകുന്നില്ല. അതുകൊണ്ട് അത് ഇവിടെ വിട്ടുകളഞ്ഞേരെ. നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരേപോലെ സന്തോഷത്തോടെ പോണം. അറിയാലോ, ഇന്ന് വരെ ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മരുമക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ചിട്ടില്ല. അറിയാലോ. ശരി അപ്പച്ചിന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. സുകന്യക്ക് അത് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. സുകന്യ ഒരു പാര പണിയാൻ നോക്കിയതാണ്. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, എന്നാലും എനിക്ക് മനസ്സിലാത്ത കാര്യം, എനിക്ക് ഒട്ടും അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. അല്ല, മീനാക്ഷി ചേച്ചിക്ക് സങ്കടമായോന്ന് ചോദിച്ചു. എനിക്ക് എന്തൊരു സങ്കടമാൻ? ശ്രീദേവി ചേച്ചിയോട് സുകന്യ ചേച്ചി നന്ദി പറഞ്ഞു. പറയട്ടെ. പക്ഷെ മിത്ര പറഞ്ഞു, എനിക്ക് സങ്കടമായി. ഓഹോ, അപ്പം ദേവിയോട് കൂടുതൽ അടുപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ മിത്രയ്ക്കൊക്കെ സങ്കടമോ? അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് സുകന്യ അങ്ങോട്ടേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഉദയഭാനു ആകെപ്പാടെ തല പുകഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബാലൻ 10 ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോഴേക്ക് ശ്രീകല അങ്ങോട്ട് വന്നു. ശ്രീകലയെ കണ്ടു കഴിഞ്ഞപ്പോ ഉദയഭാനു പറഞ്ഞു, എടി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്താ മനുഷ്യ? അതെ, ആ ബാലൻ വിളിച്ചിട്ട് എഞ്ചിനീയർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ ചോദിച്ചിരിക്കുന്നു.
10 ലക്ഷം രൂപയോ? അതേന്നേ, അത് ഉടനെ കൊടുക്കണോന്ന്. ഹ്, ഞാൻ പിന്നെ ഒരു വിധത്തിൽ തടി ഊരി നിൽക്കുക. എന്ത് പറഞ്ഞിട്ട്? അല്ല, എന്റെ അക്കൗണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഒരാഴ്ച താമസം പിടിക്കുമെന്ന്. എന്റെ മനുഷ്യ, ഈ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ എവിടെ നിന്നെടുത്ത് കൊടുക്കുമെന്ന് ഓർത്തിട്ടാ? എനിക്കറിയത്തില്ല ശ്രീകലെ, അതിനുള്ളിൽ എന്തേലും ബുദ്ധി പ്രയോഗിച്ചാൽ മതിയാവുള്ളൂ. നിങ്ങളുടെ ബുദ്ധിയും കാര്യങ്ങളൊന്നും ബാലിന്റെ അടുത്ത് പറ്റില്ല, അറിയാലോ. ബാലിന് അതിബുദ്ധിമാനാന്ന് പറയാ. ഹും, എടി, ഈ പറയുന്ന ബാലിനെ നമ്മൾ പറ്റിച്ചിട്ടല്ലേ ദേവിമോളെ നമ്മൾ അങ്ങോട്ട് കയറ്റിവിട്ടെ. അപ്പൊ പിന്നെ എന്റെ ബുദ്ധിയാണോ ബാലിന്റെ ബുദ്ധിയാണോ നല്ലതെന്ന് ചോദിച്ചു. എന്റെ മനുഷ്യ, ഇത് അതുപോലെയൊന്നുമല്ല. പൈസ കൊടുത്തില്ല പണി പാളും. നിങ്ങൾ വലിയ കോടീശ്വരനാന്ന് പറഞ്ഞിരിക്കുവല്ലേ. പൈസ കൊടുത്തില്ലെങ്കിൽ ബാലൻ നിങ്ങളെ പിടികൂടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഉദയഭാനു പറഞ്ഞു, എന്തേലും ഒരു വഴി കാണണം. എന്റെ മനസ്സിലൊരു വഴി തെളിഞ്ഞിട്ടുണ്ട്. എന്ത് വഴി? ആനന്ദ്. ആനന്ദോ? നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ പറയണേ? എടി, ഞാൻ കോടീശ്വരനായ അമ്മായച്ചനല്ലേ, അപ്പൊ ഞാൻ കോടീശ്വരനായിട്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കണമല്ലോ. അപ്പൊ അത് ആനന്ദിന്റെ ആവശ്യം കൂടെ അല്ലേ അതിന്. എടി, ആനന്ദിനെ കൊണ്ട് നമുക്കൊരു കളി കളിക്കാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, അങ്ങോട്ട് ചെന്നാലും മതി. അല്ല, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താന്ന് ചോദിച്ചു. മനസ്സിലിരിപ്പ് എന്താന്ന് വെച്ചാല് ആനന്ദിനെ വെച്ചൊരു കളി. അത് നിസ്സാര കളിയില്ല. നമ്മൾ ആനന്ദിനോട് ഒരു 10 ലക്ഷം രൂപ ചോദിക്കുന്നു. 10 ലക്ഷം രൂപയാ? അതേന്നേ. ആ 10 ലക്ഷം മേടിച്ച് ബാലന് കൊടുക്കുന്നു. ആനന്ദ് തന്നാല് അത് അവരുടെ കുടുംബത്തിലേക്ക് തന്നെയല്ലേ ചെലവഴിക്കുന്നേ. പിന്നെ ആനന്ദിന് തരാതിരിക്കാൻ പറ്റില്ല. കാരണം ആനന്ദ് തരാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ ബാലിനെ തിരിച്ചറിയും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആനന്ദിന് സഹിക്കാൻ പറ്റില്ല. എന്താണെന്നറിയാവോ? ശ്രീദേവിയുടെ കാര്യം ഓർത്തിട്ടില്ല. ശ്രീദേവിയുടെ വയറ്റിലെ ആനന്ദിന് കുഞ്ഞുണ്ടല്ലോ. അപ്പൊ കുഞ്ഞിനെ അവൻ അത്രയ്ക്ക് സ്നേഹമാ. അപ്പൊ അതുകൊണ്ട് ശ്രീദേവി ആ വീട് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ അതൊക്കെ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ആനന്ദിനെ വെച്ച് നമുക്ക് മുതലാക്കാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ശ്രീകല പറഞ്ഞു, കൊള്ളാം, നല്ല ഐഡിയ, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാ മതി. മിക്കവാറും ദേവമോളെ അവൻ വീട്ടിൽ കൊണ്ടേ വിടും. എടി, വീട്ടിലൊന്നും കൊണ്ടേ വിടാൻ പോകുന്നില്ല. ആ കുഞ്ഞിനോട് സ്നേഹം ഉള്ളിടത്തോളം കാലം അവൻ അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ അവന്റെ കുടുംബത്തിലേക്ക് തന്നെയല്ലേ ഈ പണം മുടക്കുന്നത്. എന്റെ മനുഷ്യ, ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ? പിന്നല്ലേ, നടക്കാതെ പിന്നെ. ഞാനൊരു കാര്യം തീരുമാനിച്ച് നടപ്പാക്കും എന്നുള്ള കാര്യം നിനക്കറിയാലോ. ആനന്ദിന് നമ്മൾ എങ്ങനെയാലും കയ്യിലെടുക്കണം. ഇനിയിപ്പൊ ആനന്ദിന്റെ പ്രശ്നം കൂടെ ഏത്? നമ്മുടെ പ്രശ്നമല്ല. ആനന്ദിനോട് പറയണം ഇങ്ങനെ 10 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അത് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആനന്ദിന്റെ ഇമേജിന് കോട്ടം തട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആനന്ദ് എന്താന്ന് വെച്ചാൽ അത് വേണ്ട പോലെ തന്നെ കൈകാര്യം ചെയ്തോളൂ. എന്റെ മനുഷ്യ, ഇതെങ്ങാനും ദേവിമോൾ അറിഞ്ഞിട്ടുണ്ടെ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ. ഒരു കാര്യം ചെയ്യാം, നീ ദേവി ഒന്ന് വിളിക്കാൻ പറയണം. ഞാൻ വിളിക്കാനോ? എന്നിട്ടോ? നീ ദേവിയോട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുക. ബെസ്റ്റ്. ഇത് കേട്ടാലും മതി. ദേവി അപ്പൊ തന്നെ എന്നെ ചീത്ത പറഞ്ഞ് ഓടിക്കും. നിങ്ങൾക്ക് അവളുടെ സ്വഭാവം അറിയാവുന്നല്ലേ. അവളോട് കാര്യങ്ങൾ പറ. 10 ലക്ഷം രൂപ ചോദിച്ചെന്നൊക്കെ പറഞ്ഞ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നീ ഇങ്ങനെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ വിളിച്ചാൽ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ഒടുവില് ശ്രീകല ശ്രീദേവിയെ വിളിക്കാൻ തുടങ്ങണ. പിന്നെ ഒരു കാര്യം, ഇനിയിപ്പൊ അവള് ദേഷ്യപ്പെടുവാണെങ്കിൽ എല്ലാം കൂടെ എന്റെ തലയിലേക്ക് നീ വെച്ച് കെട്ടിക്കോളാൻ പറഞ്ഞു. നീ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് ശ്രീദേവി വിളിക്കുക ശ്രീകല. ആ സമയത്ത് ശ്രീദേവി ചെന്താന്ന് ചോദിച്ചു. അല്ല, മോൾക്ക് സുഖമാണോ? അതിന് സുഖമില്ലാതിരിക്കാനായിട്ട് എനിക്ക് വല്ല പനിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പനിയോ ചുമയൊന്നും ഇല്ല. ഇപ്പൊ അമ്മ വിളിച്ച കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ ഉണ്ടല്ലോ, കാര്യം പറയാമ്മേ. അത് ബാലൻ വിളിച്ചേ അച്ഛനോടൊരു 10 ലക്ഷം രൂപ ചോദിച്ചെന്ന് പറയണ. 10 ലക്ഷം രൂപയോ? അതെ, ഗോമതി സ്റ്റോഴ്സ് പുതുക്കി പണിയാനുള്ള എഞ്ചിനീയർക്ക് കൊടുക്കാനായിട്ട് അങ്ങാണ്ട്. 10 ലക്ഷം രൂപ. നല്ല കഥയായി. അച്ഛനോട് 10 ലക്ഷം രൂപ വെച്ചാൽ അച്ഛനുണ്ടായി കൊടുക്കണം. മോളെ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? നമ്മുടെ അവസ്ഥ അറിയാവുന്നല്ലേ? ആണോ? എന്നിട്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അവസ്ഥ അറിയാമെങ്കിൽ അത് അനുസരിച്ച് നിൽക്കണം. അല്ല, ഇപ്പോഴത്തെ പുതിയ പ്ലാൻ എന്താ? അത് പിന്നെ ഉണ്ടല്ലോ, ആനന്ദ് മോനോട് ചോദിക്കാനായിട്ട് അച്ഛൻ പറഞ്ഞു. ഓ, ആനന്ദ് എന്നോട് ചോദിക്കാനായിട്ട്. നല്ല കഥയായി. അല്ല, ആനന്ദ് മോൻ എന്താണല്ലോ അച്ഛന് കൊടുക്കാതിരിക്കാൻ ആനന്ദിന് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ഓ, ഭീഷണിയാണോ എന്ന് ചോദിച്ചു. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആ അച്ഛന്റെ മോള് തന്നെയല്ലേ ഞാന്. അച്ഛന്റെ ചോരയല്ലേ. എനിക്കറിയാം അച്ഛന്റെ പോക്ക് എങ്ങോട്ടാന്ന്. അച്ഛൻ വലിയ കോടീശനാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമല്ലേ. ഒരു പക്ഷെ അച്ഛൻ കോടീശനല്ലെന്ന് ഈ വീട്ടിലുള്ളവരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടായിരിക്കും ആനന്ദേണ്ണ. അതുകൊണ്ട് ആനന്ദേണ്ണെ വെച്ച് മുതലാക്കാൻ തീരുമാനിച്ചില്ലേ. ആനന്ദേണ്ണ 10 ലക്ഷം രൂപ അച്ഛൻ ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് ആ 10 ലക്ഷം രൂപ ബാലച്ഛന് കൊടുക്കണം. അതല്ലേ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, അത് പിന്നെ അമ്മയെ ഫോണിൽ ലൗഡ് സ്പീക്കർ ഇട്ടേന്ന് പറഞ്ഞു. അതുപോലെ
അങ്ങനെ ലൗഡ് സ്പീക്കർ ഇട്ടു. ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു, അച്ഛാ ഞാനൊരു കാര്യം പറയാം. അച്ഛന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. ആനന്ദേട്ടൻ വെറും പാവമാണ്, അറിയാലോ. ഇത്രയും വലിയ ചതി നടത്തിയിട്ട് പോലും ആനന്ദേട്ടന്, ആ നല്ല മനുഷ്യന്, എന്നെ ഇപ്പൊ ഇവിടെ നിർത്തുന്നുണ്ടെങ്കിൽ എന്നോടും എന്റെ വയറ്റി വരുന്ന കുഞ്ഞിനോടുള്ള ഇഷ്ടം കൊണ്ടാ. പക്ഷെ ആ മനുഷ്യനെ ചതിക്കാനായിട്ട് ഞാൻ ഇനി കൂട്ടു നിൽക്കില്ല. എങ്ങാനും അച്ഛൻ ഇതുപോലത്തെ ഒരു നാടകത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. പിന്നെ അച്ഛനാണ് അമ്മയാണെന്നും ഞാൻ നോക്കത്തില്ല. ഞാൻ എന്തേലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു, അങ്ങനെ തന്നെ പറ മോളെ, എനിക്ക് ഇപ്പോഴാണ് ഒരു സമാധാനമായത്. അത് കേട്ടപ്പം ശ്രീദേവി അമ്പരന്ന് പോയി. ശ്രീകല പറഞ്ഞു, ഞാൻ ഇങ്ങേരോട് പറഞ്ഞ ഈ പരിപാടിക്കൊന്നും പോവണ്ടാന്ന്. അല്ല, മോൾക്ക് സുഖമാണല്ലോ അല്ലേ? മോളെ അവിടെ എല്ലാരും നല്ലപോലെ നോക്കുന്നുണ്ടല്ലോ അല്ലേ? പെട്ടെന്ന് ശ്രീകല വിഷയം മാറ്റുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു, നോക്കുന്നുണ്ട്. രാവിലെ മഞ്ഞൾ വെള്ളത്തിൽ കുളി, അതിനുശേഷം ഔഷധ ചെടിയിട്ട് ഉണ്ടാക്കി ആ ലേഹ്യം തരും, അത് കുടിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു ഞെട്ടലോടുകൂടി ഉദയഭാനും ശ്രീകലയും പരസ്പരം നോക്കുകയാണ്. അവരൊട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.